കേരളത്തിൽ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ വെച്ച റിപ്പോർട്ട്. ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാർ. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി ഏകോപിപ്പിച്ചത് തിരിച്ചടിയായി. BJP വോട്ടുകളും UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. വിഷ്ണുപ്രസാദ് വിവരങ്ങൾ വേണ്ട. വിഷ്ണു, ഒരു ജനവിരുദ്ധ വികാരവും ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ? ദിനേശ്, ജനവിരുദ്ധ വികാരം ഇല്ലെന്ന് മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ സർക്കാരിന് നേതൃത്വം നൽകിയവരെയും എല്ലാം തന്നെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന ഘടകം ഇന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപാകെ വെച്ചിട്ടുള്ളത്. അതായത് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ എവിടെയും വീഴ്ച സംഭവിച്ചിട്ടുള്ള ജനപ്രിയമായ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളാണ് രണ്ടാം പിണറായി സർക്കാർ നടപ്പാക്കിയത്. ആർക്കും ഒറ്റയ്ക്ക് ഉത്തരവാദിത്തമില്ല, തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കൂട്ടായ ഉത്തരവാദിത്തം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സമിതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കേരളത്തിൽ നിന്ന് 2 പ്രതിനിധികൾ ഇതിനോടകം തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ചു. 3 പേരാണ് ഇന്ന് ആകെ സംസാരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നത്. BJP വോട്ടുകളും UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. കൂടാതെ പാർട്ടി വിട്ട നേതാക്കളെയും നിശിതമായി വിമർശിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ. അതായത് വിമതർ പാർട്ടിയെ വഞ്ചിച്ചു, ഇത് പക്ഷേ ആസൂത്രിതമായാണ് ഇവർ ഈ നീക്കം നടത്തിയത് എന്ന വിമർശനം കൂടി ഇപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്, ഈ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി തന്നെ വർക്കിംഗ് ഈ സംഭവിച്ച പിഴവുകൾ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത് പറയാൻ തയ്യാറാകാതെ മറ്റു പിഴവുകൾ ഉയർത്തിക്കാട്ടി പോയാൽ ഇതെങ്ങനെ തിരുത്തൽ വരുത്തുമെന്നതാണ് സാധാരണ അണികൾക്കുണ്ടാകുന്ന ആശങ്ക.